ഹായ് ഋത്വി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൂസ് എങ്ങനെ തയ്യാറാക്കുക എന്നതുള്ള റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ചിക്കൂസ് നമ്മളെ വീട്ടിൽ തയ്യാറാക്കുക സപ്പോട്ട വെച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടായ സപ്പോട്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 4 സപ്പോട്ട വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ചിക്കൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സപ്പോട്ട നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കുന്നത് നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാലാണ്. പാല് ഞാൻ തിളപ്പിച്ചതിന് ശേഷം നന്നായി തണിഞ്ഞതിന് ശേഷം അതിൽ പഞ്ചസാര ഇട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇത് കട്ടപ്പാലാണ് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാനായിട്ട് വെച്ച പാലെടുക്കാം. അപ്പോൾ കട്ടയായിട്ടുണ്ട് കേട്ടോ. ആ പാലിൻ്റെ കട്ടയും കൂടി ഈ ഒരു ജാറിലേക്ക് ചേർത്ത് കുറച്ച് പാലും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഈ 4 സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു ചിക്കൂസ് തയ്യാറാക്കുന്നത്. ഇനി ഇത് അടിച്ചെടുത്തതിന് ശേഷം ഒരു സാധനം കൂടി നമുക്കിതിൽ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൂസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൂസിന്. സപ്പോട്ട തിന്നാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുക. അവരെന്തായാലും കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലാണ് ഈ ഒരു ചിക്കൂസ് തയ്യാറാക്കിയെടുത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം ബൂസ്റ്റ് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലോണം പഴുത്തിട്ടുള്ള സപ്പോട്ട മാത്രം എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു കുത്തുചോയ ഉണ്ടാവും അതിൻ്റെ ഒരു പഴുക്കാത്ത സപ്പോട്ടയാണെങ്കിൽ. അപ്പോൾ നല്ല പഴുത്ത സപ്പോട്ട വെച്ച് മാത്രം ഇങ്ങനെ ചെയ്യുക, എന്നാലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി കുറച്ച് ബൂസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.